മൈൻഡ്ഫുൾനെസ് നമുക്ക് പലപ്പോഴും നമുക്ക് ഡെയിലി ലൈഫിൽ ഈ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ഡെയിലി ലൈഫിൽ എപ്പോഴും ചെയ്യാവുന്നതാണ്. ഒരു ഉദാഹരണമായിട്ട് മൈൻഡ്ഫുൾ വേക്കപ്പ് ഉണ്ട്. യെസ്. ഹൗ യു ഡു മൈൻഡ്ഫുൾ വേക്കപ്പ്. എഴുന്നേൽക്കുന്ന വഴിക്ക് നമ്മൾ രാവിലെ ബെഡിൽ നിന്ന് എഴുന്നേൽക്കുന്നത്, എല്ലാവരും എഴുന്നേൽക്കുന്നുണ്ട്. എഴുന്നേൽക്കുന്ന വഴിക്ക് പിന്നെ സഡനായിട്ട് എഴുന്നിട്ട് ഓരോ കാര്യങ്ങളിലേക്ക് പോകാം. അതെ. ജസ്റ്റ് സിറ്റ്. ഇപ്പം മൈൻഡ്ഫുൾനെസ്സിൻ്റെ സംഗതി തന്നെ നമ്മുടെ സ്പീഡിൽ നിന്ന് സ്ലോയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ ജസ്റ്റ് സിറ്റ് ദെയർ. നമുക്ക് പ്രാണായാമം അറിയുന്നവർക്കാണെങ്കിൽ പ്രാണായാമം ചെയ്യാം. അല്ലാത്തവർക്കാണെങ്കിൽ വെറുതെ ഇരുന്ന് 4-5 ബ്രെത്ത് ഇങ്ങനെ വെറുതെ വിടാം, അങ്ങോട്ടും ഇങ്ങോട്ടും കയറ്റിയാൽ വിടുക. പിന്നെ രണ്ടാമത് നമുക്ക് ചില പ്രതിജ്ഞകൾ എടുക്കാം. മനുഷ്യജന്മത്തിൽ നമ്മുടെ ലൈക്ക് വാട്ട് ഹെൽപ്പ് ഐ ക്യാൻ ഡു ടു സംബഡി എൽസ്. നേരത്തെ ഡോക്ടർ കൈൻഡ്നെസ്സും വളരെ നല്ല കൈൻഡ്നെസ് ആൻഡ് കമ്പാഷൻ ടു യുവർ സെൽഫ് ടു അതേഴ്സ്. രണ്ടും ഉണ്ട് കേട്ടോ. ഇതിനകത്ത് ഞാൻ പല സ്ഥലത്തും വായിച്ചിട്ടുണ്ട്, ഈ മൈൻഡ്ഫുൾനെസ് നമ്മൾ പഠിക്കേണ്ടത് 2 സ്ഥലത്തു നിന്നാണ്. ഒന്ന് മൃഗങ്ങളിൽ നിന്ന്, 2 കുട്ടികളിൽ നിന്ന്. അതിനെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കുക. നല്ല തീർച്ചയായിട്ടും. അത് കുട്ടികളെ പറ്റി പറയുകയാണെങ്കിൽ മൈൻഡ്ഫുൾനെസ്സിൻ്റെ സ്റ്റോറീസ് പലതും കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതെ. അപ്പോൾ ധാരാളം സ്റ്റോറീസ് ഉണ്ട്. അപ്പോൾ ഒരു സ്റ്റോറി പറയുന്നത്, ഒരു സ്റ്റോറി അപ്പോൾ അതിൽ ഒരു സെൻ മാസ്റ്റർ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു വലിയ മലയുടെ മുകളിൽ ഏകാന്തമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഹീസ് വെരി ഹാപ്പി പേഴ്സൺ, വെരി നോളജബിൾ. അപ്പോൾ പല ആൾക്കാരെ ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തിൻ്റെ അടുക്ക് പോകും. ചിലർ വല്ല ഫ്രൂട്ട്സോ വല്ലതും കൊടുക്കും. നാട്ടിലൊരു വേറൊരു ബോയ് ഉണ്ടായിരുന്നു, അവൻ്റെ പേര് ഹീറോ എന്നാണ്. അപ്പോൾ ഹീറോ എന്നുള്ള പേര് തന്നെ അവനെ അറിയാം, ഒരു മസ്കുലിൻ ആയിട്ടുള്ളൊരു പയ്യനാണ്, ഭയങ്കര നാട്ടിലെ ഒരു അടിപൊളി പയ്യനാണ്. അപ്പോൾ അവൻ നാട്ടിലൂടെ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് നടന്നത്. പക്ഷെ അപ്പോഴും അവൻ്റെ മനസ്സിലൊരു തോന്നൽ, എൻ്റെ മനസ്സിലൊരു സുഖമില്ല, ഞാനിതൊക്കെ ചെയ്യണുണ്ട്, ഐ എം ഡൂയിങ് വണ്ടർഫുൾ തിങ്സ്, ബട്ട് ഐ എം നോട്ട് ഹാപ്പി. അപ്പോൾ എനിക്ക് ഈ പലരും പറയുന്നുണ്ട്, ഇങ്ങനെയൊരു വലിയ എൻലൈറ്റൻഡായ ഒരാൾ, ഇതെല്ലാം അറിവുള്ള ഒരു മനുഷ്യൻ മല മുകളിലിരിപ്പ്. പുള്ളി ശരിക്കും രാവിലെ തൊട്ട് നടക്കുക, മലയിലേക്ക് നടക്കുക, വീട്ടിൽ നിന്ന് പറഞ്ഞിട്ട് പോവുക, ഞാനിങ്ങനെ ഒരാളെ കാണാൻ പോയി, എനിക്ക് എന്തോ ഒരു അസ്വസ്ഥതയുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ സ്മാർട്ട് ബോയ് ഹീറോ ഇങ്ങനെ ഒത്തിരി നടന്ന് കയറാൻ വയ്യാത്ത മലയാണ്. പുള്ളി കഷ്ടപ്പെട്ട് ഒരു രീതിയിൽ മലമുകളിൽ ചെല്ലുമ്പോൾ ഒരു വൃദ്ധൻ അവിടെ ഇരിപ്പം. പുള്ളി എന്തൊക്കെയോ ചില കാര്യങ്ങൾ ചെയ്ത് ഓട്ടോടെ ഇരിക്കും. വൃദ്ധനോട് പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു, കുട്ടി പറഞ്ഞു, അങ്ങേക്ക് വലിയ അറിവുണ്ടെന്ന് എല്ലാവരും പറയുന്നു, എൻലൈറ്റഡ് ആണെന്ന് പറയുന്നു. ഞാനാണെങ്കിൽ ഈ ഒരു നാട്ടിലൊരു ഹീറോ ആയിട്ട് നടക്കുന്ന ഒരാളാണ്, പക്ഷേ എനിക്കെന്തോ ഒരു മനസ്സിനൊരു തൃപ്തിക്കുറവ്, എനിക്കെന്താ ഒരു വഴിയാണ്. അപ്പോൾ പുള്ളി ഇങ്ങനെ ഇവനെപ്പറ്റി കാര്യങ്ങളെല്ലാം വളരെ സമാധാനവും ചോദിച്ചറിഞ്ഞു. ഞാനൊരു കാര്യം പറയാം, യു ഡു വൺ തിങ്, ഞാനൊരു ഗ്ലാസ് നിറച്ച് വെള്ളം തരാം. ഐ വിൽ ഗീവ് എ ഫുൾ ഗ്ലാസ് ഓഫ് വാട്ടർ. യു ഹാവ് ടു ഗോ ടു ദ ടൗൺ, താഴെയുള്ള ടൗണിൽ വരെ പോയിട്ട്, ടൗൺ എന്ന് പറഞ്ഞാൽ കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് പോകണം, ഈ വെള്ളത്തിൽ കൊണ്ടുപോയിട്ട് അതുപോലെ തിരിച്ച് കൊണ്ടുവരണം. അത് ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കും. പുള്ളി ഒരു നാട്ടിലൊരു പുള്ളിയല്ല, ഞാനത് ചെയ്യാമെന്നും പറഞ്ഞു. പുള്ളി ആദ്യം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കുറച്ച് പോയി കഴിഞ്ഞപ്പോൾ അറിഞ്ഞത് സംഗതി തുളുമ്പാൻ തുടങ്ങുന്ന വെള്ളം. പുള്ളി ഇങ്ങനെ വളരെ സ്പീഡിൽ പോയാൽ നടക്കില്ല, വളരെ സ്ലോ ആയി ടൗണിൽ വരെ പോയി തിരിച്ച് അതുപോലെ തന്നെ കഷ്ടപ്പെട്ട് മേളിൽ തിരിച്ചു കൊണ്ടുവന്നു. അപ്പോഴത്തേക്കും ഒരു ദിവസം തന്നെ കഴിഞ്ഞു പോയി. പക്ഷെ എന്നാലും പുള്ളി ആ വാക്ക് പാലിച്ച് പുള്ളി കൃത്യം മുകളിൽ വരുത്തിച്ചു. അത് കഴിഞ്ഞപ്പോൾ പുള്ളി ചോദിച്ചു, നിനക്കിപ്പോൾ എന്ത് തോന്നുന്നു ചോദിച്ചു. അപ്പോൾ എനിക്ക് ഒരു തോട്ട്സും ഇല്ല, ഐ എം വെരി ഹാപ്പി. വൈ യു ആർ ഹാപ്പി? ഐ ഡോണ്ട് ഹാവ് എനി തോട്ട്സ്. വാട്ട് ഹാപ്പൻ? ഐ ഹാവ് ഓൺലി വൺ തോട്ട്, ടു കീപ് ദിസ് ഗ്ലാസ് ഓഫ് വാട്ടർ ഗ്ലാസ് ഫുൾ ഓഫ് വാട്ടറായിട്ട് തന്നെ തിരിച്ചു കൊടുത്ത് തരണം എന്നുള്ള ഒരൊറ്റ തോട്ടിൽ മാത്രമാണിത്. അപ്പോൾ ദർ ആർ നോ ഡിസ്ട്രാക്ഷൻസ്. അപ്പോൾ ഡിസ്ട്രാക്ഷൻസാണ് എല്ലാ വ്യക്തികൾക്കും ഇതുണ്ടാക്കുന്ന ഒരിത്. അതൊരു കഥ. പിന്നെ രണ്ടാമത് പറഞ്ഞ വേറൊരു കുട്ടിയുടെ കഥയായിട്ട് അതിനകത്ത് ഇതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഡിസ്ട്രാക്ഷൻ എന്നുള്ള വാക്ക് മനുഷ്യൻ്റെ ഫോക്കസ് നഷ്ടപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട കാര്യം ഡിസ്ട്രാക്ഷനാണ്. അപ്പോൾ ഡിസ്ട്രാക്ഷനെ മാറ്റി വെച്ചാൽ തന്നെ വിജയിച്ചു. ഇപ്പോൾ മൈൻഡ്ഫുൾനെസ് ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്താൽ ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യണമെങ്കിൽ അറ്റൻഷൻ റെവല്യൂഷൻ അല്ലെങ്കിൽ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോയി. ഇപ്പോൾ ഫാദർ ഓഫ് സെൽഫ് ഡെവലപ്മെൻറ്റ് ഏൾ നൈറ്റിംഗേൽ അദ്ദേഹം പറയുന്ന കാര്യമാണ്, ഫോക്കസ് ഈസ് ദ മോസ്റ്റ് വാല്യുബിൾ അസറ്റ്. ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിച്ചത് വിജയമാണ്. പക്ഷേ അതിനെ ഡിസ്ട്രാക്ട് ചെയ്യിക്കുന്ന പല കാര്യങ്ങളുണ്ട്. അത് വ്യക്തിബന്ധങ്ങളാകാം, അല്ലെങ്കിൽ മൊബൈലാകാം, അല്ലെങ്കിൽ തെറ്റായ ശീലങ്ങളാകാം. അപ്പോൾ ഇതെല്ലാം ഈ പറയുന്ന ഡിസ്ട്രാക്ഷനെ മാറ്റാൻ സഹായിക്കുന്ന കാര്യമാണ്. ശരിയാണ്, വളരെ കൃത്യമായിട്ട് ഇത് പറഞ്ഞ കാര്യമാണ്.
വേറൊരു കഥ, ഒരു കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട് ഡോക്ടർ പറഞ്ഞ പോലെ കുട്ടികളും മൈൻഡ്ഫുൾനെസ് ആയിട്ട്, കുട്ടികളെയൊക്കെ വലിയ ടെൻഷൻ ഇല്ലാത്തതിൻ്റെ കാരണം കുട്ടികൾ ഈ പാസ്റ്റിനെ പറ്റി ചിന്തിക്കുന്നില്ലല്ലോ, ഫ്യൂച്ചറിനെ പറ്റി ചിന്തിക്കുന്നില്ലല്ലോ. അപ്പോൾ അവർ ഓൾവേസ് ദേ ആർ ഇൻ ദി പ്രസൻറ്റ്, ദേ ആർ എൻജോയിങ് ദി ഈച്ച് മൊമെൻറ്റ് ബൈ ഈച്ച് മൊമെൻറ്റ്. പ്രായമാകും തോറും നമ്മൾ അതിൽ നിന്നും വിട്ടു പോവുകയാണ്. അപ്പോൾ തിരിച്ച് കുട്ടിത്തത്തിലേക്ക് എത്തിക്കുന്നതാണ് ശരിക്കും ആക്ച്വലി മൈൻഡ്ഫുൾനെസ്. വേറൊരു കുട്ടി ഈ പറഞ്ഞ പോലെ ഒരു പിന്നെ കേട്ടു, ഒരു ഗാർഡനറുണ്ട്. ആ ഗാർഡനർ കുറേയധികം ധാരാളം ഗാർഡനുണ്ട്, ഒത്തിരി പൂക്കളുണ്ട്, എങ്ങനെയാണ് അതിനെ സംരക്ഷിക്കുന്നു. അപ്പോൾ ഈ കുട്ടി പറഞ്ഞു, ഇതിലെന്താ രസമുള്ളത്, കുറേ ഇന്നും രാവിലെ കുറച്ച് പൂക്കൾ ഇങ്ങനെ പോയി കാണുന്നു, ആ പൂക്കൾ കണ്ടുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നു, ഇതിലെന്താ രസമുള്ളത്. കുട്ടി നാട്ടിൽ കളിച്ചുകൊണ്ട് നടന്ന സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ കുട്ടി ഒരു ദിവസം ഇങ്ങനെ ഗാർഡനറുടെ അടുക്ക പോയി നോക്കിക്കളയാം എന്ന് പറഞ്ഞ് കുട്ടി ഗാർഡനർ എടുത്തിട്ട്, അപ്പോൾ ഗാർഡനർ എടുത്തത് എന്താണ്, അങ്ങ് ഭയങ്കര ഹാപ്പിയാണല്ലോ എന്ന് പറയും. അപ്പോൾ പുള്ളി ഒരു ഗാർഡനർ പറഞ്ഞു, നീ എൻ്റെ കൂടെ നീ ജോലി ചെയ്യാം. അപ്പോൾ പുള്ളി എന്ത് ചെയ്തു, കുറച്ച് മണ്ണൊക്കെ എടുത്ത് ഒരു കുടയ്ക്കകത്തൊക്കെ ഇട്ട് ഇങ്ങനെ വെച്ചു, കുറച്ചൊരു പൂവൊക്കെ വെച്ച് പിടിപ്പിച്ചു. കുറച്ച് പൂവിൽ ചില പൂക്കൾക്ക് മണമുണ്ടായിരുന്നു, ഫ്രാഗ്രൻസ് അവന് കിട്ടി, മണ്ണിൻ്റെ ഇത് കിട്ടി. എല്ലാ ചെടികൾക്കും അവൻ വെള്ളം ഒഴിച്ചു, ഹി പുട്ട് വാട്ടർ. അവൻ എല്ലാ കാര്യങ്ങളും നിരത്തി വെച്ചു, കാലിക്കടെ അപ്പോൾ ആ മണ്ണിലൊക്കെ ചവിട്ടി നടന്നു. കുറച്ച് കഴിഞ്ഞ് ഇവനും തോന്നി, ഐ എം ഓൾസോ ഹാപ്പി നൗ, ബിക്കോസ് വേറെ ഡിസ്ട്രാക്ഷൻസ് ഒന്നുമില്ല, ഹീസ് എൻജോയിങ് ദി ഫ്രാഗ്രൻസ്. അവൻ്റെ ആ എല്ലാ ഇതുകളും ഉപയോഗിക്കുന്നുണ്ട്, അപ്പോൾ അവൻ സെൻസുകൾ കിട്ടുന്നുണ്ട്, അതെല്ലാം കിട്ടുന്നുണ്ട്. അവിടെ നിന്ന് കുറച്ച് വെള്ളം കുടിച്ചു, അതിൻ്റെ ഒരു സുഖം അവന് കിട്ടി. സോ ഹി ഓൾസോ തോട്ട് ലൈഫ് ഹാസ് സഡൻലി ബിക്കം സ്റ്റിൽ, ഓർ വളരെ ബഹളത്തിൽ നിന്നൊരു ഹി ഫെൽറ്റ് റിലീഫ്. അപ്പോൾ ഇതാണ് മൈൻഡ്ഫുൾനെസ്സിൻ്റെ വേറൊരു കഥ. ഇങ്ങനെ ഒത്തിരി ഈ ഇതിനെക്കുറിച്ച് പറഞ്ഞു കഴിയുമ്പോൾ അപ്പോൾ പറഞ്ഞു സ്മെല്ല് ചെയ്യുക. അപ്പോൾ നമ്മൾ പൊതുവെ പറയാറുണ്ട് മൈൻഡ്ഫുൾനെസ് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾ ചെയ്യേണ്ട കാര്യം. ഇപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഒരു പോസ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചു. വളരെ തിരക്കേറിയ ജീവിതമാണ്, ഡിസ്ട്രാക്റ്റ് ആയിട്ടുള്ള ജീവിതമാണ്. അപ്പോൾ ഇടയ്ക്കൊരു പോസ് എടുത്ത ശേഷം നാം കുറച്ച് കാര്യം നോക്കാൻ പറ്റും. ഒന്ന്, നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യത്തെ മനസ്സിലാക്കും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ക്യാമറ ആയിരിക്കാം, അല്ലെങ്കിൽ ഈ മൈക്കായിരിക്കാം, അല്ലെങ്കിൽ ലൈറ്റായിരിക്കാം കാണാൻ കഴിയുന്നൊരു കാരണം. രണ്ട്, കേൾക്കാൻ കഴിയുന്ന ശബ്ദം, അത് പുറത്ത് വണ്ടി ഓടിക്കുന്നതായിരിക്കാം, AC ഫങ്ഷൻ ചെയ്യുന്നതായിരിക്കാം, ഫാൻ കറങ്ങുന്നതായിരിക്കാം, ക്ലോക്കിൻ്റെ പെൻഡുലം ചലിക്കുന്നതായിരിക്കാം. ഇനി സ്മെല്ല് ചെയ്യാൻ കഴിയുന്നൊരു കാര്യം, എന്തെങ്കിലും സ്മെല്ല് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇനി ടച്ച് ചെയ്യാൻ കഴിയുന്ന കാര്യം, എനിക്ക് ടച്ച് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും അടുത്തുള്ള ഒരു കുപ്പിയായിരിക്കാം, ഗ്ലാസ് ആയിരിക്കാം. അപ്പോൾ ഇതിനെക്കുറിച്ച് വിക്ടർ ഫ്രാങ്കിൾ പറഞ്ഞൊരു വളരെ പ്രധാനപ്പെട്ട മാൻ സേഴ്സ് മീനിങ്ങിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇറ്റ് ഈസ് ആക്ച്വലി എന്താണ്, മൈൻഡ്ഫുൾനെസ് ഈസ് ആക്ച്വലി ഇത് സ്പേസ് ബിറ്റ്വീൻ റെസ്പോൺസ് ആൻഡ് സ്റ്റിമുലൈ. നമ്മോട് പലരും പലത് പറയുമായിരിക്കാം, പ്രതികരിക്കുമായിരിക്കാം. ആ പ്രതികരണത്തിൻ്റെ ഇടയിലും ആ സ്റ്റിമുലസിൻ്റെ ഇടയിലുമുള്ള ആ സ്പേസ്, അതാണ് ഫ്രീഡം, അതാണ് ഗ്രോത്ത് എന്നാണ് വിക്ടർ ഫ്രാങ്കിൾ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു വളരെ നല്ലൊരു പ്രാക്ടീസാണ്. മൈൻഡ്ഫുൾനെസ് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾ ഇടയ്ക്ക് നിർത്തി ഒരു കാണാൻ കഴിയുന്ന കാര്യം നോക്കുക, ഒന്ന് തൊടാൻ കഴിയുന്ന കാര്യത്തെ തൊടുക, ഒന്ന് മണക്കാൻ കഴിയുന്ന മണത്തെ അറിയുക, ഒന്ന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തെ ഒന്ന് ശ്രവിക്കുക. അപ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞു മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്ന ഒരു ഹാബിറ്റാണ്, അല്ലെങ്കിൽ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്ന ഒരു വേ ഓഫ് ലൈഫാണ്. എഴുന്നേൽക്കുന്നത് തന്നെ മൈൻഡ്ഫുള്ളായി എഴുന്നേൽക്കുക. അപ്പോൾ ഞാൻ പലപ്പോഴും പറയുന്ന കാര്യമാണ്, എഴുന്നേറ്റ് കഴിഞ്ഞു ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക. ഇപ്പോൾ എഴുന്നേൽക്കുമ്പോൾ തന്നെ വെള്ളം ഒരു ഗ്ലാസ് കുടിക്കുന്നത് 24% നമ്മുടെ ശരീരത്തെ ക്ലീൻ ചെയ്യാൻ സഹായിക്കുമെന്നും ധാരാളം ഗുണങ്ങളുള്ള കാര്യമാണ്. അപ്പോൾ എങ്ങനെ മൈൻഡ്ഫുള്ളായി വെള്ളം കുടിക്കാൻ സാധിക്കും, എങ്ങനെ മൈൻഡ്ഫുള്ളായി ബ്രഷ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ വെസ്റ്റേൺ ഫിലോസഫിയിലൊക്കെ ടോയ്ലറ്റ് മെഡിറ്റേഷൻ ഉണ്ട്, ബാത്റൂം റിച്വലുണ്ട്, അല്ലെങ്കിൽ വാക്കിംഗ് മെഡിറ്റേഷൻ, ടൈഡിങ് അപ്പ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് തന്നെയുണ്ട്. മേക്ക് യുവർ ബെഡ്. ഇപ്പോൾ മേരി കോണ്ട എന്ന് പറയുന്ന ഒരു വളരെ പ്രഗത്ഭയായ ഒരു വ്യക്തിയാണ്. മോക്കോ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നതെല്ലാം അവർ വളരെയധികം പ്രശസ്തരായിട്ടുള്ള ആളാണ്. അപ്പോൾ എങ്ങനെ നമുക്ക് വളരെ മനോഹരമായി ടൈഡിങ് അപ്പ് ചെയ്യാം, എങ്ങനെ മൈൻഡ്ഫുള്ളായി നമുക്ക് നമ്മുടെ ബെഡ് മേക്ക് ചെയ്യാം, എങ്ങനെ ബ്രഷ് ചെയ്യാം മൈൻഡ്ഫുള്ളായി. ഇപ്പോൾ ബ്രഷ് എടുക്കുമ്പോൾ നല്ല മനോഹരമായ ബ്രഷ്, അതിന് ഫൈബേഴ്സ് ഉണ്ട്, ഒരു കളറുള്ള പേസ്റ്റിനെ കൊണ്ടുവരുന്നു, ആ പേസ്റ്റിൻ്റെ ഗന്ധം വരുന്നു, അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് വരുന്നു, ഈ ഫൈബർ നമ്മുടെ പല്ലിൻ്റെ ഇടയിലൂടെ മൂവ് ചെയ്യുന്നു. അപ്പോൾ ഇതെല്ലാം മൈൻഡ്ഫുള്ളായി ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ബൈ വേ ഓഫ് പ്രാക്ടീസ് ഓരോ കാര്യവും നമ്മളിങ്ങനെ മൈൻഡ്ഫുൾനെസ് ചെയ്യുമ്പോൾ. ഇപ്പോൾ ബാത്തിങ് മെഡിറ്റേഷൻ, ഇപ്പോൾ നമ്മൾ കുളിക്കുമ്പോൾ എന്താണ്, നമ്മൾ ശരിക്കും വെള്ളം നമ്മൾ തലയിൽ ഒഴിക്കുന്നുണ്ടാകാം, ഷവറിൽ നിന്ന് വെള്ളം വീഴുന്നുണ്ടാകാം, പക്ഷേ നാം വെള്ളം വരുന്നുണ്ടെന്നോ വെള്ളം ചൂടാണെന്നോ വെള്ളത്തിൽ ശബ്ദമുണ്ടെന്നോ ഒന്നും ശ്രദ്ധിക്കുന്നില്ല. പക്ഷേ ഒരു മൈൻഡ്ഫുൾനെസ്സോടുകൂടി പ്രാക്ടീസ് ചെയ്യുന്നയാൾ ആ ഷവറിൽ നിന്ന് വെള്ളം ഓരോ തുള്ളിയായി വരുന്നത് കാണുകയും, അല്ലെങ്കിൽ ആ ഷാമ്പു എടുക്കുമ്പോൾ, സോപ്പ് എടുക്കുമ്പോൾ അതിൻ്റെ പത ഇങ്ങനെ നിറഞ്ഞു വരുന്നതും അതിൻ്റെ സുഗന്ധം വരുന്നതും ഇതെല്ലാം ഒബ്സർവ് ചെയ്യുകയാണ്.
വെള്ളം എൻ്റെ തലയിൽ വീണ് വെള്ളം താഴേക്ക് പതിയെ പതിയെ ഒലിച്ചിറങ്ങുന്നത് ഞാൻ അനുഭവിക്കുകയാണ്. അപ്പോൾ അതിന് ഇപ്പോൾ സ്റ്റീം മെഡിറ്റേഷൻ എന്നൊക്കെ പറയുന്ന പല പ്രാക്ടീസ് ഉണ്ട്. അപ്പോൾ എങ്ങനെ ഇവൻ ടോയ്ലറ്റിൽ വരെയും എങ്ങനെ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുക, അങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നയാൾ ഒരിക്കലും ഡിസ്ട്രാക്റ്റഡ് ആകില്ലല്ല. ഈ ലോകത്തിലേക്ക് ഇറങ്ങിയാൽ പണ്ടൊക്കെ വനത്തിൽ പോകണം സമാധാനം കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ വനത്തിലാണ് മൈൻഡ്ഫുൾനെസ് ഉള്ളതെന്ന് വിചാരിക്കും. ഇന്ന് നമ്മൾ ലോകത്ത് നോക്കിയാൽ എവരി വെയർ വി ആർ ഡിസ്ട്രാക്റ്റഡ്. നമ്മൾ ഡിസ്ട്രാക്ട് ചെയ്യാൻ ഇൻറ്റൻഷനലായോ അൺഇൻറ്റൻഷനലായോ ധാരാളം കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഞാനിതിനെ ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ടതായി കാണാൻ കാരണം, മനുഷ്യനെ രോഗിയാക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ് സ്ട്രെസ്. പാസ്റ്റിൽ ജീവിക്കുന്നതും ഫ്യൂച്ചറിൽ ജീവിക്കുന്നതും, പാസ്റ്റ് ദുഃഖങ്ങളെ ഓർത്ത് വിഷമിച്ചിരിക്കുകയാണ്. പാസ്റ്റിലുണ്ടായ നഷ്ടങ്ങൾ, പരാജയങ്ങൾ, ദുഃഖങ്ങൾ, തോൽവികൾ, അതെല്ലാം മനുഷ്യൻ മനംനൊന്ത് ജീവിക്കുകയാണ്. പ്രസൻറ്റിൽ ജീവിക്കാൻ സാധിക്കുന്നില്ല. ഫ്യൂച്ചറിൽ എന്താകും? ജോലി പോകുമോ, അല്ലെങ്കിൽ സ്നേഹബന്ധമുള്ളവർ വിട്ടേച്ച് പോകുമോ, കടം വരുമോ, അല്ലെങ്കിൽ രോഗിയാകുമോ, ഇങ്ങനെ ചിന്തകൾ. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പ്രധാനപ്പെട്ട എപ്പോഴും സംസാരിക്കുന്ന വാക്കാണ് സൈക്കോസൊമാറ്റിക് ഡിസോർഡേഴ്സ്. ഈ സ്ട്രെസ് ഉണ്ടാകുമ്പോൾ നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ നഷ്ടപ്പെടുന്നു, അതല്ലെങ്കിൽ നമുക്ക് രോഗങ്ങൾ കടന്നു വരുന്നു. ഇപ്പോൾ ധാരാളം അധികം മെൻ്റൽ പ്രശ്നങ്ങളുണ്ടാകുന്നു, പ്രൊഡക്ടിവിറ്റി ഇല്ലാതാകുന്നു, നമ്മുടെ ആയുസ് കുറയുന്നു, ഹാർട്ട് ഡിസീസ് ഉണ്ടാകുന്നു, ഫൈബ്രോമയാൾജി പോലെയുള്ള ആസ്മ പോലെയുള്ള പ്രശ്നങ്ങളുണ്ടാകുന്നു. യഥാർത്ഥത്തിൽ ഈ സ്ട്രെസ്സിനെ കുറയ്ക്കാൻ സഹായിക്കുന്ന, അല്ലെങ്കിൽ സ്ട്രെസ്സിനെ ഇല്ലാതാക്കാൻ സഹായിക്കുന്ന ഒറ്റമൂലിയാണ് മൈൻഡ്ഫുൾനെസ്. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുന്നത്, സ്ട്രെസ് ഉണ്ടാകുമ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പല ഹോർമോൺസ് ഉണ്ട്. ഇപ്പോൾ എപ്പിനെഫ്രിൻ, അഡ്രിനാലിൻ, അല്ലെങ്കിൽ കോർട്ടിസോൾ, ഇതെല്ലാം ഇവരത് വളരെ വളരെ റീസെൻ്റ്ലി ഞാൻ വായിച്ചേക്ക് മനസ്സിലാക്കാൻ സാധിച്ചാണ്. ടെലിമെറോസ് എന്ന് പറയുന്ന ഡി എൻ എ ക്യാപ്പ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അപ്പോൾ അത് നമ്മൾ പ്രായം കൂടുന്തോറും അത് ചെറുതായിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മുടെ ആയുസ് കുറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ടെലിമെറോസ്. അപ്പോൾ ഈ മെഡിറ്റേഷൻ ചെയ്യുന്ന ആൾക്ക് സ്ട്രെസ്സ് കുറയ്ക്കാൻ സാധിക്കുകയും അതുവഴി ടെലിമെറോസിൻ്റെ ആയുസ് കൂട്ടാൻ സാധിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഈ സാറ ലാസ്റോസ് എന്ന് പറയുന്ന ഒരു ഹാർവർഡ് പ്രൊഫസർ, അവർ ഈ മൈൻഡ്ഫുൾനെസ്സിനെ കുറിച്ച് ധാരാളം പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അവരും കണ്ടുപിടിച്ചത് തന്നെയാണ് ഈ ഗ്രേ മാറ്റേഴ്സ്, നമ്മുടെ ബുദ്ധി അല്ലെങ്കിൽ ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്ന, അല്ലെങ്കിൽ റീറ്റൻഷൻ ചെയ്യാൻ സഹായിക്കുന്ന ഗ്രേ മാറ്റേഴ്സ് സ്ട്രെസ്സ് കുറയുന്നത് വഴിയും മൈൻഡ്ഫുൾനെസ് ചെയ്യുന്നത് വഴിയും എക്സ്പാൻഡ് ചെയ്യുന്നു. മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്തവരിൽ വളരെ കുറച്ച് സ്ട്രെസ് ഉണ്ടാകുന്നതായി കാണപ്പെടുകയും അതുവഴി അവരുടെ ഇമ്മ്യൂണിറ്റി പവർ ബൂസ്റ്റ് ചെയ്യപ്പെടുന്നതുമായും അവർ കണ്ടെത്തും. ദലൈലാമയുടെ ഒരു ഇൻറ്റൻഷൻ കൊണ്ടാണ് ഇവരൊക്കെ പഠിക്കുന്നെങ്കിൽ കൂടെയും ധാരാളം വളരെയധികം പ്രൊഫൗണ്ട് ആയിട്ടുള്ള കോൺസെപ്റ്റാണ് നമുക്ക് ഇതിനകത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആരോഗ്യം വീണ്ടെടുക്കാൻ സാധിക്കുക, സമാധാനം കൊണ്ടുവരുവാൻ സാധിക്കുക, സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കുക. ഒരു ചെറിയ ആയുസ് മാത്രമേ നാം ഈ ഭൂമിയിൽ ജീവിക്കുന്നുള്ളൂ, 70 അല്ലെങ്കിൽ 80 വയസ്സ് വരെ. അതിൽ കുറേ കാലം ബാല്യകാലമാണ്, പിന്നെ നാം ജോലി ചെയ്യുന്നു, പിന്നെ വാർദ്ധക്യകാലം. കുറേ ആളുകൾ തങ്ങളുടെ നല്ല കാലം മൊത്തം ജോലി ചെയ്ത് കുറേയൊക്കെ സമ്പാദിക്കും, പക്ഷെ പിന്നീട് ആരോഗ്യം നഷ്ടപ്പെടും, മനസ്സമാധാനമില്ല, സ്ട്രെസ്സാകുന്നു, സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കില്ല. എന്നാൽ ഡെയിലി മൈൻഡ്ഫുൾനെസ് ബീയിങ് എ ലൈഫ് സ്റ്റൈൽ, മൈൻഡ്ഫുൾനെസ് ബീയിങ് എ പ്രാക്ടീസ്, അത് നമുക്ക് വലിയ ഒരു മാറ്റമാണ് ഉണ്ടാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഈ സ്ട്രെസ്സ് വരുമ്പോൾ ഈ സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം, അതിനെക്കുറിച്ച് പറയുന്നത് ബൈ ഡിഫോൾട്ട് മൈൻഡ് ഈസ് സ്ട്രെസ്ഡ്, അല്ലെങ്കിൽ ബൈ ഡിഫോൾട്ട് മൈൻഡ് ഈസ് വറീഡ്. ഡിഫോൾട്ട് ഡിഫോൾട്ട് മൈൻഡ് സെറ്റ് DMS എന്ന് പറയും. എവല്യൂഷൻ ഉണ്ടാക്കിയ ഒരു എവല്യൂഷൻ. അപ്പോൾ അതിനകത്താണ് ഈ എവല്യൂഷനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ, എവല്യൂഷണറി നമ്മുടെ ബ്രെയിൻ എവല്യൂഷനായിട്ട് ഫോം ചെയ്യുന്നതാണ്. അപ്പോൾ ഫ്ലൈ യുവർ ഫൈറ്റ്. ഇപ്പോൾ പണ്ട് മനുഷ്യൻ ഗുഹയിൽ കാട്ടിൽ താമസിച്ചപ്പോൾ അവനെ സംബന്ധിച്ച് മൃഗങ്ങൾ വരുന്നുണ്ടോ, അല്ലെങ്കിൽ ബലവെള്ളപ്പാച്ചിൽ വരുന്നുണ്ടോ, പാമ്പ് വരുന്നുണ്ടോ, അതുകൊണ്ട് ഒന്നുകിൽ ഫൈറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഓടി രക്ഷപ്പെടുക എന്നുള്ളതാണ്. അപ്പോൾ മനുഷ്യൻ്റെ ബ്രെയിനിലെ ഒരു വളരെയധികം ഇവോൾവ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് അമിഗ്ഡല. അത് നമ്മുടെ ബ്രെയിനിൻ്റെ സെൻട്രലായിട്ട് തന്നെ സ്റ്റെമ്മിനോട് ചേർന്ന് വരുന്ന ഒരു ബീൻസ് ടൈപ്പിലുള്ള ഒന്നാണ്. പക്ഷേ ഈ റീസെൻ്റ്ലി ആയിട്ട് ഇവോൾവ് ചെയ്ത ഒന്നാണ് പ്രീ ഫ്രണ്ടൽ കോർട്ടക്സ്, ഈ ഫോർഹെഡിൻ്റെ തൊട്ട് ബാക്കിലുള്ളത്. അപ്പോൾ 99% ആളുകളിലും ഈ അമിഗ്ഡലയാണ് വർക്ക് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഒരു സീൻ കാണുമ്പോൾ, അല്ലെങ്കിൽ ഒരാൾ ദേഷ്യപ്പെടുമ്പോൾ, ഒരാൾ വണ്ടി ഹോൺ അടിക്കുമ്പോൾ, ഒരാൾ ഓവർടേക്ക് ചെയ്യുമ്പോൾ, ഒരാൾ വഴക്ക് പറയുമ്പോൾ, പെട്ടെന്ന് അമിഗ്ഡല, ഇമോഷണൽ ബ്രെയിൻ, ദ മിനി ബ്രെയിൻ ആക്ടിവേറ്റ് ചെയ്യപ്പെടുകയാണ്. അവിടെ ലോജിക്കില്ല, അവിടെ അവെയർനെസ് ഇല്ല, അവിടെ നമ്മൾ ആദ്യം പറഞ്ഞ അവെയർനെസ്സോ അല്ലെങ്കിൽ ചോയ്സോ അല്ലെങ്കിൽ ബ്രത്തിങ്ങോ ഇല്ല. പകരം ഇമോഷൻ ഡിസിഷൻ എടുക്കുകയാണ്, സ്ട്രെസ് ആകുകയാണ്. പക്ഷെ ശരിക്കും വേണ്ടത് ഈ അമിഗ്ഡലയ്ക്ക് നമ്മുടെ ചിന്തയെ വിടാതെ ഈ പ്രീ ഫ്രണ്ടൽ കോർട്ടക്സിലേക്ക് കൊടുക്കുക എന്നുള്ളത്. അവിടെയാണ് ഈ പോസ്
ഒരു ഈ വിക്ടർ ഫ്രാങ്കിൾ പറഞ്ഞ ദ സ്പേസ് ബിറ്റ്വീൻ സ്റ്റിമുലസ് ആൻഡ് റെസ്പോൺസ്. റിയാക്റ്റീവ് ആവാതിരിക്കുക, റിയാക്റ്റീവ് ആകാതെ റെസ്പോൺസ് ചെയ്യാൻ സാധിക്കും. ചെയ്യാൻ പറ്റും. അവിടെയാണ് ഈ അമിഗ്ലഡ എന്നുള്ള 99% ആളുകളും പ്രശ്നത്തിൽ ചാടുന്നതിന്റെ കാരണം. ഒരു പോസ് എടുക്കാൻ പറ്റുക നമുക്ക് Space. പറയുമ്പോൾ തന്നെ പെട്ടെന്ന് മനുഷ്യ സ്വഭാവം എന്ന് പറഞ്ഞാൽ പറയുമ്പോൾ തന്നെ സഡനായിട്ട് അതിനോടൊരു പ്രതികരിക്കുക എന്നുള്ളതാണ്. അതിനേക്കാൾ ഒരു അല്പം പുറകോട്ട് വരാം. ഈ പുറകോട്ട് വരണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഈസി ആയിട്ട് പുറകോട്ട് വരില്ല. ഇതൊക്കെ നമുക്കറിയാം, നമുക്ക് പോലും വരില്ല. ഇയേഴ്സ് ആൻഡ് ഇയേഴ്സ് ഓഫ് പ്രാക്ടീസ്. പ്രാക്ടീസാണ്. അതാണ് അതായത് ഈ ഇതിൽ അതെ അത് ഇയേഴ്സ് ആൻഡ് ഇയേഴ്സ് അതിൽ മെയിനായിട്ട് വരുന്നത് മെഡിറ്റേഷൻ തന്നെയാണ്. അതെ. ഈ മെഡിറ്റേറ്റ് ചെയ്യുന്നവർക്ക് മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മൈൻഡിൻ്റെ ഒരു മൈൻഡ് ഫ്രീസ് ആവുകയാണ്. അപ്പോൾ അങ്ങനെയുള്ളവർ കൂടുതൽ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവർക്ക് ഈ റിയാക്റ്റീവ്നെസ് എന്നുള്ള സാധനം കുറയും. അതെ. അവർ ഒരു പതുക്കെ പോസിൽ കാര്യങ്ങൾ വരികയുള്ളൂ. അതാണ് അതിൻ്റെ ഒരു ഗുണം. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ അപ്പോൾ ഈ പറഞ്ഞ ഡ്രൈവിങ്ങിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ ഈ നമ്മൾ മൈൻഡ്ഫുൾ വേക്കപ്പിൻ്റെ കാര്യം പറഞ്ഞല്ലോ, മൈൻഡ്ഫുൾ വേക്കപ്പിൻ്റെ കാര്യം, മൈൻഡ്ഫുൾ ഡ്രിങ്കിങ്ങിൻ്റെ കാര്യം ഡോക്ടർ പറഞ്ഞു. മൈൻഡ്ഫുൾ ഈറ്റിംഗ് ഉണ്ട്. ഈറ്റിങ്ങിന് ഓരോ ഫുഡ് എടുത്തിട്ട് ബൈറ്റ് ആയിട്ട് ഈച്ച് ബൈറ്റ് ആയിട്ട് കഴിക്കുക. ഒരു വളരെ പ്രശസ്തമായിട്ടുള്ളൊരു ഒരു റവല്യൂഷൻ 1986 കാർലോസ് എന്ന് പറയുന്ന ആളൊരു സമരം നടത്തി. ആ സമരത്തിൻ്റെ പേര് സ്ലോ റെവല്യൂഷൻ എന്നാണ്. അപ്പോൾ അന്ന് ഫാസ്റ്റ് ഫുഡ് ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയമായിരുന്നു. അപ്പോൾ അദ്ദേഹം ഈ ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നത് വഴി ശരിക്കും പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കേണ്ട കാര്യമാണ്. കഴിഞ്ഞ 10 ദിവസം എന്ത് ഭക്ഷണമാണ് കഴിച്ചതെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഓർക്കാൻ സാധിക്കില്ല. അത് ചൂസ് ചെയ്യുന്നത് അതിൻ്റെ സ്മെൽ എന്തായിരുന്നു, ടേസ്റ്റ് എന്തായിരുന്നു. പക്ഷേ പലപ്പോഴും മൊബൈൽ വെച്ചുകൊണ്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. അതിൻ്റെ ടേസ്റ്റ് ആസ്വദിക്കുന്നില്ല, അതിൻ്റെ സ്മെല്ല് ആസ്വദിക്കുന്നില്ല. അതുണ്ടാക്കിയ കാര്യങ്ങൾ ചിലപ്പോൾ അമ്മയായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഭാര്യയായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ മെയ്ഡായിരിക്കാം ഉണ്ടാക്കിയത്. അവരോട് നന്ദി പറഞ്ഞുകൊണ്ട് കഴിക്കാൻ സാധിക്കുക. അപ്പോൾ ശരിക്കും ഈ ഈറ്റിംഗ്, അപ്പോൾ അദ്ദേഹം ഈ കാർലോസ് പ്രൈറ്റ് എന്താ പേരെന്ന് തോന്നുന്നു, സ്ലോ റെവല്യൂഷൻ. ശരിക്കും പറഞ്ഞാൽ ജീവിതം മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത് സ്ലോ ആയി പോകുക എന്നുള്ളതല്ലേ? അതെ, സ്ലോ ആവുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഈ ബൈറ്റ് അപ്പോൾ അങ്ങനെ ഇപ്പം നമ്മൾ പഴയ കാലത്ത് നമ്മൾ സദ്യ ഉണ്ടല്ലോ, നമ്മൾ ഈ നാട്ടിൽ സദ്യ കഴിക്കുന്നുണ്ട്. അതിനെ പറ്റി ഒരു ഒബ്സർവ് ചെയ്തത് നല്ല രസകരമാണ്. ഇവിടെ സദ്യക്കാണെങ്കിൽ പല സദ്യക്ക് എന്തൊക്കെ ഉണ്ടാവും. നമ്മുടെ വീട്ടിൽ ഓലൻ ഉണ്ടാവും, കാളൻ ഉണ്ടാവും, സാമ്പാർ ഉണ്ടാവും, പലതരത്തിലുള്ള ചിപ്സ് ഉണ്ടാവും, ചില സദ്യകളിൽ ഉണ്ണിയപ്പം വരെ ഉണ്ടാവും. പിന്നെ പലതരത്തിലുള്ള കറികളുണ്ടാവും, പരിപ്പ് കറി ഉണ്ടാവും, നെയ്യ് ഉണ്ടാവും, പപ്പടം ഉണ്ടാവും, അച്ചാറുകളുണ്ടാവും. ഇതൊക്കെ നമ്മൾ സാധാരണ മറ്റേ സദ്യ. ഇപ്പം നമ്മൾ ഈ ഓരോ ഭക്ഷണം കഴിച്ച് കഴിയുമ്പോൾ ഇതിൽ ഈ ആളുകൾ സദ്യ കഴിക്കുന്നതെന്ന് വെച്ചാൽ എല്ലാം തിന്നാനല്ല. ഇതിൽ ചിലപ്പോൾ നമ്മൾ സദ്യ കഴിക്കുമ്പോൾ ചിലർക്ക് അതിൽ ആ ഓലനായിരിക്കും ടേസ്റ്റ്. നമ്മൾ ആ ഓലം കൂടുതൽ കഴിക്കും. പിന്നെ ഒരാൾ ഇച്ചിരി ഓലോടെ തരാൻ പറയും, അല്ലെങ്കിൽ അപ്പം നമ്മൾ ആ ടേസ്റ്റിനെ നമ്മൾ അറിയുകയാണ്. ഈ ടേസ്റ്റ് അറിയാതെ ചുമ്മാ കഴിച്ചു പോകുന്നതിൽ അർത്ഥമില്ല. അപ്പോൾ അങ്ങനെ ഓരോന്ന് ടേസ്റ്റ് അനുഭവിച്ച് തന്നെ പതുക്കെ കഴിച്ച് കഴിഞ്ഞാൽ കൂടുതൽ കഴിക്കുകയുമില്ല. എന്നാൽ ആ കഴിക്കുന്നതിനൊരു തൃപ്തി ഉണ്ടാകും. അതാണ് ഈ മൈൻഡ്ഫുൾ ഈറ്റിങ്ങിൻ്റെ ഒരു ഗുണം. മൈൻഡ്ഫുൾ ഡ്രൈവിങ് ഇതുപോലെ ഇമ്പോർട്ടൻ്റാണ്. മൈൻഡ്ഫുള്ളായിട്ട് ഡ്രൈവ് വെച്ചപ്പോൾ ആളുകൾ ഇപ്പോൾ ഒന്നാമത്തെ ഈ നമ്മുടെ ട്രാഫിക് എന്ന് പറഞ്ഞാൽ ഏത് സ്ഥലവും അല്ലേ, കേരളത്തിൽ തന്നെയാണ്. ഈ പണ്ടൊക്കെ ബാംഗ്ലൂരൊക്കെ കാര്യമാണ്. കേരളത്തിൽ ഏത് സിറ്റിയിലാണെങ്കിലും ഭയങ്കര ട്രാഫിക്കായി. ട്രാഫിക് എന്ന് പറയുന്നത് വളരെയധികം സ്ട്രെസ് പ്രൊഡ്യൂസ് ചെയ്യാണ്. ആ സമയത്ത് മൈൻഡ്ഫുള്ളായുള്ള ഡ്രൈവിംഗ് എന്ന് പറയുമ്പോൾ ഈ ട്രാഫിക്കിൽ പോലും നമുക്കൊരല്പം കമ്പാഷനേറ്റ് ആണെങ്കിൽ, നമ്മൾ മനസ്സല്പം കമ്പാഷനേറ്റ് ആണെങ്കിൽ, ഈ കമ്പാഷനേറ്റ് അല്ല, ആളുകൾ ഞാൻ പറയുന്നതനുസരിച്ച് മറ്റവൻ്റെ വണ്ടി എൻ്റെ മേലേക്ക് എന്തിനുകൊണ്ട് കയറ്റി, ആ ഈഗോയാണ് വർക്ക് ചെയ്യുന്നത്. അല്പം കമ്പാഷനേറ്റ് ആണെങ്കിൽ അയാൾ കയറി പോകട്ടെ, നമുക്ക് ഒരു സൈഡിൽ കൂടെ പതുക്കെ പോവാം, എണിച്ച നേരത്തെ അങ്ങനെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അങ്ങനെ ആ ഡ്രൈവിങ്ങിൽ പോലും നമുക്ക് മൊമെൻറ്റ് ബൈ മൊമെൻറ്റ് ആ ഡ്രൈവിങ് എൻജോയ് ചെയ്ത്, ഈ തിരക്കിലാണെങ്കിലും നമുക്ക് വലിയ പ്രശ്നമില്ലാതെ നമുക്ക് ഡ്രൈവ് ചെയ്ത് പോകാം. അങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകാത്തവരാണ് പല പ്രശ്നങ്ങളിലേക്ക് കിടക്കുന്നത്. അപ്പോൾ മൈൻഡ്ഫുൾ ഡ്രൈവിംഗ് ആയി. മൈൻഡ്ഫുൾ പോസിനെ പറ്റി നമ്മൾ പറഞ്ഞു. എപ്പോഴും നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനായിട്ട് ഒരു ചെറിയ പോസ് എടുക്കുക. നമ്മൾ ജസ്റ്റ് നമ്മൾ സ്വയം നമ്മുടെ ബോഡിയെ ചെക്ക് ചെയ്യുക. ഹൗ ബോഡി ഈസ്, ഹൗ അവർ ഫീലിങ്സ് ആർ, ഹൗ അവർ ഇമോഷൻ ഈസ്, വെദർ വി ആർ ഹാപ്പി, വി ആർ പ്ലസൻറ്റ് ഓർ നോട്ട്, ഹാപ്പി ആണോ ഇല്ലയോ എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് നോക്കുക. അങ്ങനെ പറയുന്നത് സ്വിച്ചിങ് ഓർ ട്രാൻസിഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ കണ്ടിന്യൂസ് ആയി ജോലി ചെയ്യും. ഇപ്പോൾ അതിനകത്ത് ഇപ്പോൾ ഇലോൺ മസ്ക് ഇപ്പോൾ ആകെ ചെയ്യുന്നതാണ് പോമോഡോറോ ടെക്നിക്. 15 മിനിറ്റ് ജോലി ചെയ്തു, പിന്നെ 5 മിനിറ്റ് ബ്രേക്ക് എടുത്ത് ഒന്ന് ട്രാൻസിഷൻ ചെയ്യുക. ഈ ട്രാൻസിഷൻ ഇമ്മൻസ് പവറാണ് നമുക്ക് നൽകുന്നത് പറയുന്നത്. ഒരു സ്വിച്ചിങ്, ഓരോ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോഴും സെറ്റിംഗ് ദ ഇൻറ്റൻഷൻ, എന്താണ് ഞാൻ ഇതുവരെ ചെയ്തത്, ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ മൈൻഡ്ഫുൾനെസ് ഡ്രൈവിംഗ് പോലെയാണ് മൈൻഡ്ഫുൾനെസ് വർക്ക്. ശരിക്കും നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു 1/3 അല്ലെങ്കിൽ 4/1 ഭാഗം ജോലി സ്ഥലത്താണ്. ആളുകൾ ജോലി സന്തോഷത്തോടെ ചെയ്യാൻ സാധിക്കുന്നില്ല. അവിടെ മൈൻഡ്ഫുൾനെസ് വർക്ക്, എങ്ങനെ വർക്ക് ഓഫീസിൽ നമുക്ക് മൈൻഡ്ഫുൾനെസ് ബിൽഡ് ചെയ്യാൻ സാധിക്കും ഓരോ പ്രവൃത്തിയും. അതെ, തീർച്ചയായിട്ടും അത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെയധികം നമുക്കൊരു റിലാക്സേഷൻ കിട്ടും, ഫോക്കസ് കിട്ടും.
പലപ്പോഴും ഫോക്കസിൽ ഇപ്പോൾ ഇപ്പം അദ്ദേഹം പറഞ്ഞ CEO അദ്ദേഹത്തിന് പറഞ്ഞ ടെസ്ലയുടെ അദ്ദേഹത്തിന് പറഞ്ഞല്ലോ ഇലോൺ മസ്ക്. എലോൺ മസ്കിനായിരുന്നു. അപ്പോൾ അവരുടെ കാര്യം തന്നെ അവർ 5 മിനിറ്റ് പോസ് എടുക്കുന്നതിൻ്റെ പേരില്ല, അവന് അടുത്ത 15 മിനിറ്റ്സ് ഭയങ്കര ഫോക്കസാണ് അതെ കിട്ടുന്നത്. അതെ അതെ. പക്ഷെ അവർ ആ ഫോക്കസ് കൊണ്ട് ചെയ്യുന്നതുകൊണ്ടാണ് അവർക്ക് അതിൻ്റേതായിട്ടുള്ള ഒത്തിരി പ്രയോജനങ്ങളുള്ളത്. ഒത്തിരി ഒത്തിരി വലിയ വലിയ CEOമാർ വലിയ വലിയ ബേസിക്കലി ഹെൻറി ഫോർഡ്. ടിബറ്റൻ മാസ്റ്റേഴ്സ് ഹെൻറി ദലൈലാമയുടെ അടുക്കുള്ള വിയറ്റ്നാമിൽ നിന്നുള്ള പല ലെസൺ മാസ്റ്റേഴ്സും USA ഒരു കാലത്ത് പോയിരുന്നു. ആ കാലത്ത് അവർ ധാരാളമായിട്ടുള്ള ഗായകർ, ആക്ടേഴ്സ്, ഇവരെല്ലാം പലരും അവരുടെ അടുക്ക് ചെല്ലുകയും അവരിൽ നിന്ന് ഇത് പഠിക്കുകയും ചെയ്തിട്ടുണ്ട്. പല CEOമാരും പഠിച്ചിട്ടുണ്ട്, സ്പോർട്സ്മാൻമാരും പഠിച്ചിട്ടുണ്ട്, അത്ലറ്റ്സ് പഠിച്ചിട്ടുണ്ട്. അവരെല്ലാം മൈൻഡ്ഫുള്ളായിട്ടുള്ള രീതിയിൽ അവർ ചെയ്യുന്നതുകൊണ്ട് അവർക്കെല്ലാം വിജയത്തിലെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഹെൻറി ഫോർഡൊക്കെ വളരെ പണ്ട് മുതലേ അതെ, പ്രാക്ടീസ് ചെയ്യുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. ഹെൻറി ഫോർഡ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അത് മെഡിറ്റേഷൻ കൊണ്ടാണ് ഞാൻ ഡെപ്റ്റ് തീർത്തതെന്ന് പറയുന്നത്. അത് വളരെ ഭയങ്കര പ്രയോഗമാണ്. interesting ആയി തോന്നിച്ച കാര്യമാണ്. മൈൻഡ്ഫുൾനെസ് വഴി കടം വീട്ടാൻ സാധിക്കും, Depth മൈൻഡ്ഫുൾനെസ് വഴി പോപ്പുലർ ആകാൻ സാധിക്കും, മൈൻഡ്ഫുൾനെസ് mindfulness വഴി മെഡിറ്റേഷൻ പണം ഉണ്ടാക്കാൻ സാധിക്കും. മെഡിറ്റേഷൻ വഴി അതെ, ധ്യാനത്തിൽ നിന്ന് ധനം. അതെ അതെ അതെ. എല്ലാവരും മലയാളത്തിൽ പറയുന്നത് രണ്ട് ധനങ്ങൾ, ധ്യാനത്തിൽ നിന്ന് ധനം. ഫോർഡ് പ്രാക്ടീസ് ചെയ്തിരുന്നു, അദ്ദേഹം വലിയ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്തിരുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ മെഡിറ്റേഷൻ ശേഷം അദ്ദേഹത്തിന് എടുക്കുന്ന ഡിസിഷൻസ് വേറെ വെരി കറക്റ്റ്. അദ്ദേഹത്തിന് മുമ്പ് അദ്ദേഹം ഇതൊന്നും അല്ലാതെ എടുത്തിരുന്ന തീരുമാനങ്ങളിൽ നിന്ന് അദ്ദേഹം വലിയ വലിയ ഡെപ്സിലേക്ക് പോയി. അപ്പോൾ അവെയറായിട്ട് മൊത്തം അവെയർനെസ്സോട് കൂടിയിട്ട് കാര്യങ്ങൾ ചെയ്തു തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ എല്ലാ ഡെപ്റ്റും തീർന്നു എന്നാണ് ഫോർഡ് ഈ മോട്ടോഴ്സ്. മൈൻഡ്ഫുൾനെസ്സിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. മൈൻഡ്ഫുൾനെസ് മീൻസ് തോട്ട്സ് വന്നോട്ടെ, ബട്ട് നോൺ ജഡ്ജ്മെൻ്റൽ. അവെയർ ആയിരിക്കുക, ജഡ്ജ് ചെയ്യാതിരിക്കുക. ഈ രണ്ട് അതിനെക്കുറിച്ച് പറയുന്നത്, ഒന്ന് അവെയർനെസ്, സെക്കൻഡ് അക്നോളജ്. എന്ന് വെച്ചാൽ ഒരു തോട്ട് കടന്നു വരുന്നു, എനിക്ക് ഇങ്ങനെ തോട്ടാണ് ഇപ്പോൾ പോകുന്നതെന്ന് അറിയാമോ? അതല്ലാതെ മണിക്കൂറൊക്കെ ചിന്തിച്ചിരുന്ന ശേഷം ആളുകൾക്ക് ഒരു ദിവസം പോയ ശേഷം തിരിഞ്ഞു നോക്കുമ്പോൾ ഇന്ന് എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. ഇത് ഏറ്റവും ടിപ്പിക്കൽ എക്സാമ്പിൾ. പലർക്കും ജീവിതത്തിൽ എല്ലാവരും മെഡിറ്റേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. ഇതിന് ഏറ്റവും മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ശരിക്കും സെക്സ് ഭോഗത്തിൽ ഏർപ്പെടുന്ന സമയത്ത് ശരിക്കും മനുഷ്യൻ മെഡിറ്റേറ്റീവ് എക്സ്പീരിയൻസിൽ കടന്നു പോകുന്നു എന്നുള്ളതാണ് പൊതുവെ മനസ്സിലാക്കാൻ സാധിക്കും. വേറെ ആ സമയത്ത് വേറെ ഒന്നും ചിന്തിക്കുന്നില്ല, റിമെയിൻ അൺഡിസ്ട്രാക്റ്റഡ് ആണ്. ശരിക്കും ഈ സെയിം അനുഭൂതി ജീവിതകാലം മൊത്തം അനുഭവിക്കുന്ന ഭാഗ്യവാന്മാരായിട്ടുള്ള സിദ്ധന്മാരായിട്ടുള്ള മൈൻഡ്ഫുൾനെസ് എക്സ്പേർട്സ് ഉണ്ട്. ഒരു സെക്ഷൽ അല്ലെങ്കിൽ എക്സ്റ്റാസി അല്ലെങ്കിൽ ആ അനുഭൂതി അനുഭവിച്ചുകൊണ്ട് ജീവിക്കാൻ സാധിക്കുക. ശരിക്കും അതാ സെക്സ് ചെയ്യുമ്പോൾ നോർമലി ആരും വേറെ ഒന്നും ചിന്തിക്കാറില്ല. അതുപോലെ തന്നെ താൻ ചെയ്യുന്ന ജോലിയിൽ, താൻ ചെയ്യുന്ന ഭക്ഷണം കഴിക്കുമ്പോൾ, കുളിക്കുമ്പോൾ, ടോയ്ലറ്റിൽ സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ, മറ്റുള്ളവരുമായി സംസാരിക്കുമ്പോൾ, അതാണ് നമ്മൾ ആദ്യം പറഞ്ഞ ഹാൻ പറഞ്ഞത്, ദ ബിഗ്ഗസ്റ്റ് ഓർ ദ പ്രസ്റ്റീജിയസ് ഗിഫ്റ്റ് യു ക്യാൻ ഗിവ് ടു സമ്മൺ എൽസ് ഈസ് ഹിയറിംഗ്, ലിസണിങ് ഓർ ഗിവിങ് എ പ്രസൻസ്. നമ്മൾ കുട്ടികളോട് സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ടാകും, അല്ലെങ്കിൽ ഭാര്യയൊത്ത്, അല്ലെങ്കിൽ ഭർത്താവൊത്ത്, മക്കളൊത്ത്, കൂട്ടുകാരൊത്ത്. പക്ഷേ നിങ്ങൾ പ്രസൻസ് കൊടുക്കുന്നുണ്ടോ? നിങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ നിങ്ങൾ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുകയോ അതെയോ വെറുതെ ലിസൺ ചെയ്യുന്നതായി തോന്നുകയാണ്? അത് നിങ്ങൾ റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടിയാണ് ലിസൺ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ തമ്മിൽ സംസാരിക്കുന്നു, ഉണ്ണികൃഷ്ണൻ സാറ് പറയുന്നതിന് ഉത്തരം പറയാൻ വേണ്ടിയാണ് സംസാരിക്കുന്നത്, അതെയോ എന്താണ് പറയുന്നതെന്ന് മനസ്സിലാക്കാൻ ജിജ്ഞാസയോടെ ഞാൻ കേട്ടിരിക്കുകയാണ്.